എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പോകുന്നത് ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്നും ഇനി തൃശ്ശൂർ ബസ് കയറിയിട്ട് വേണം ചെറുതുരുത്തിയിലേക്ക് പോകാനായിട്ട്. പഞ്ചകർമ്മയിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമ്മയ്ക്ക് വെരിക്കോസ് വെയിന് വേണ്ടിയിട്ടുള്ള ചികിത്സ അവിടെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം കാലിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അമ്മ ആദ്യം പോയിട്ട് ടോക്കനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നീട് ചെല്ലുകയാണ്. ഞങ്ങൾ കൂർക്കപ്പറമ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമയം വൈകുമല്ലോ എത്താനായിട്ട്, അതുകൊണ്ട് അമ്മ നേരത്തെ ചെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതാ ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ബസ് ഇറങ്ങി. ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം ചെറുതുരുത്തി എന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് അമ്മ മരുന്നും കാര്യമൊക്കെ വാങ്ങാൻ വരുമ്പോൾ എന്തായാലും നമ്മൾ കൂടെ ഒരാൾ വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ബ്ലഡ് എടുക്കാൻ വേണമെങ്കിൽ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടെ ഒരാൾ എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അതാണ് ഞാൻ വരുന്നത്. ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് ധന്വന്തരി മൂർത്തിയുടെ ഒരു കുഞ്ഞമ്പലം, അവിടെ ഒരു വിളക്ക് വെപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ നേരെ ഉള്ളിലേക്ക് പോയി. അവിടെ OP കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇവിടേക്ക് വരുമ്പോൾ. നല്ല ചെടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഡോക്ടേഴ്സിൻ്റെ OP. ഞാൻ മുന്നേ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാൻ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഇതാ അവിടെ അമ്മയ്ക്ക് ബ്ലഡും കാര്യമൊക്കെ എടുക്കുകയാണ്. ഈ ബ്ലഡ് എടുത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എല്ലാം നോർമലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കാലിൽ നിന്ന് ബ്ലഡ് എടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ബ്ലഡൊക്കെ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഇവിടുത്തെ ബോർഡുകളിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തിട്ട് ഇനി കുറച്ച് സമയം ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇരിക്കണം. ഒരു 1.5 മണിക്കാണ് കിട്ടുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ മരുന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും വാങ്ങിക്കണം. ഇവിടെ 2-3-4 റൂമുകളിലായിട്ട് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ പോകുന്നത് ബാത്റൂമിലേക്കാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 1:30 വരെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കണം. അപ്പോൾ ആദ്യം മരുന്ന് വാങ്ങിച്ച് വെച്ചിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് 1:30 സമയമാകുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഇതാ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വിവരങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ ഡോക്ടേഴ്സ് ഏതൊക്കെ ദിവസങ്ങളിലാണ്, എന്തിൻ്റെയൊക്കെ ഡോക്ടേഴ്സാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ തലവേദനയുടെ ബോർഡ് കണ്ടപ്പോൾ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. കാരണം എനിക്കുള്ളൊരു പ്രശ്നമാണിത്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള ചികിത്സ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കേൾവിയുടെ പ്രശ്നം, തലവേദന, അതായത് ഈ കൗമാരപ്രായക്കാരിലൊക്കെ വരുന്ന തലവേദന, അതുപോലെ ആർത്തവ പ്രശ്നങ്ങൾ, ക്രമം തെറ്റിയ ആർത്തവം, ആർത്തവമില്ലായ്മ, അമിത രക്തസ്രാവം, രക്തം വളരെ കുറച്ച് മാത്രം പോവുക, രോമ വളർച്ച, മുഖക്കുരു, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പ്രതിവിധി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് മരുന്ന് കിട്ടുക. അങ്ങനെ മരുന്നും തൈലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ഈ കഷായം തയ്യാറാക്കുന്ന വിധം എല്ലാവരുടെ അടുത്ത് ഇവിടുന്ന് ഫോട്ടോ എടുത്ത് പോയിക്കോളൂ. അത് പ്രകാരം കഷായം വെച്ച് കുടിച്ചാൽ മതി എന്നാണ് കേട്ടോ പറയുക. എല്ലാവർക്കും കഷായം എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ, എന്ത് അസുഖത്തിനാണെങ്കിലും. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഓരോ ചെടികളുടെയും മാച്ചായിട്ടുള്ള നക്ഷത്രങ്ങൾ എഴുതിയിട്ടുള്ള ബോർഡും അതിനോടൊപ്പം ആ ചെടികളും ഇങ്ങനെ വെച്ചിട്ടുള്ളൊരിത് കണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തു. ഇതൊക്കെ പണ്ട് നാമം ചൊല്ലുന്ന സമയത്ത് ഇങ്ങനെ നക്ഷത്രത്തിനൊപ്പം അവയുടെ വൃക്ഷങ്ങളും കൂടെ ഒപ്പം ചൊല്ലി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അതിങ്ങനെ ഓർത്തുപോയി. അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തു. ഇതിനപ്പുറത്തായിട്ട് ആയുർവേദ സസ്യങ്ങളുടെ പേരും കാര്യങ്ങളും അതും ഉണ്ട് കേട്ടോ അപ്പുറത്ത്.
ആയുർവേദ മരുന്നുകൾ കഴിച്ച് മെല്ലെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖങ്ങൾക്കാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ട് കാര്യമുള്ളൂ. ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഇവിടങ്ങളിൽ പൈസ വേണോ എന്നുള്ളത്. ഇവിടുത്തെ ചികിത്സയ്ക്ക് പൈസ വേണ്ട കേട്ടോ. ഒരുപാട് വലിയ വലിയ ടെസ്റ്റുകളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പൈസ ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ വന്നിട്ട് നമ്മുടെ ഒരു അസുഖം പറഞ്ഞ് ഇവിടുന്ന് കഷായവും ഗുളികയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനൊന്നും നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ടെസ്റ്റുകൾ പറഞ്ഞപ്പോൾ BPL കാർഡിൻ്റെ ഒരു കോപ്പി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റും കാര്യമൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ബ്ലഡ് എടുക്കലും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു. അതിനൊന്നും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഉഴിച്ചിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് പൈസ ചിലവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കുടുംബങ്ങൾ മാസങ്ങളായിട്ട് അങ്ങനെ അവിടെ ഉഴിച്ചിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ചികിത്സ ഉണ്ട് കേട്ടോ ഇവിടെ. പ്രായമായവർക്ക് BPL കാർഡുള്ളവർക്ക് അതുപോലെ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്കൊന്നും ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കൊന്നും പൈസ വേണ്ട എന്നുള്ള കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല, ആയുർവേദം കഴിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളവർക്ക് നല്ലൊരു പ്രയോജനമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നിട്ട് ഒരു മാസം മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ച സമയത്ത് കുറച്ച് എനിക്ക് ഭേദമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മുന്നോട്ട് കൊണ്ടുപോയില്ല. ഈ തലവേദന പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഇംഗ്ലീഷ് ഗുളികയൊക്കെ കഴിക്കുന്നതിൽ നല്ലത് ഇങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ മാറുന്ന ആയുർവേദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് കേട്ടോ എനിക്ക് തോന്നണത്. പിന്നീട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വന്നു കേട്ടോ. ഈ ക്യാൻറ്റീനാണെങ്കിൽ ഒരു പഴയ കെട്ടിടത്തിൽ നല്ല ശാന്തസുന്ദരമായൊരു ക്യാൻറ്റീനാണ് കേട്ടോ. അവിടെ നല്ല ഉഴുന്നുവട, ചട്നി, ചമ്മന്തി സൂപ്പർ ടേസ്റ്റായിരുന്നു. ഒന്ന് കഴിച്ചിട്ട് വയറ് നിറയാനായിട്ട് ഒന്നും കൂടി വാങ്ങിച്ചു. അങ്ങനെ വീണ്ടും തിരിച്ചു പോന്നു. ഇവിടെ ഇതാ ഇവർ വളർത്തിയ നല്ല അടിപൊളി ആമ്പൽ തന്നെയല്ലേ, ആമ്പൽ ഇതാ നിൽക്കുന്നു. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നേരെ പുറകിലായിട്ടൊരു ക്ഷേത്രമുണ്ട്. അവിടെയാണെങ്കിൽ ഈ സമയത്ത് നല്ല കഞ്ഞി കൊടുക്കുന്നൊരു പതിവുണ്ട് അത്ര. അപ്പോൾ ഇവിടെ വരുന്ന രോഗികളും അതല്ലാതെ ആയിട്ടുള്ളവരും എല്ലാവരും ഇവിടെ നിന്ന് കഞ്ഞി കുടിക്കാൻ പോകാറുണ്ട് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് മുന്നേ ശീലമുണ്ട് അത്. വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തി. ഇവിടെ ഇതാ ഒരാൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് കഷായം ഉണ്ടാക്കുന്ന വിധം ഫോട്ടോ ഒക്കെ എടുത്ത് പോവാണ് കേട്ടോ. പിന്നീട് ഇവിടെ ഒരു മേഡം ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങളടുത്ത് എല്ലാവരും അവിടെ വന്നിരിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മറ്റൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പ്രോഗ്രാമാണ്. അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയും പരസ്പരം ഒരറ്റത്തുള്ള ഒരു ദേശത്തുള്ള ആൾക്കാർ മറ്റൊരു ദേശത്തുള്ള ആൾക്കാരെ അറിയുകയും കൂടുതൽ അവരെപ്പറ്റി അറിഞ്ഞ് സൗഹൃദത്തിലാവുകയും അങ്ങനെ നമ്മളുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുവാനും എല്ലാവർക്കുമുള്ള സൗഹൃദവും അതുപോലെ ബിസിനസ്സും ടൂറിസവും എല്ലാം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉള്ള പ്ലാനോടുകൂടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പ്രോഗ്രാം. നമ്മളുടെ സംസ്ഥാനം കേരള സംസ്ഥാനത്തിന് കിട്ടിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശ്. നമ്മളിങ്ങനെ സമുദ്രത്തിൻ്റെ അടുത്ത് ഉള്ളവരാണ്. ഹിമാചൽ പ്രദേശ് അങ്ങ് ദൂരെ
ഹിമാലയത്തിൻ്റെ പർവ്വത നിരകളിലുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പം പർവ്വത നിരകളുടെ മുത്ത് അല്ലെങ്കിൽ ജ്വൽ എന്നാണ് ഹിമാചൽ പ്രദേശിനെ പറ്റി പറയപ്പെടുന്നത്. നമ്മളുടെ ഇവിടെ പോലുള്ള സമതല പ്രദേശമൊന്നുമല്ല, മുഴുവനും മലനിരകളാണ്. ഒരു സൈഡിൽ പഞ്ചാബാണ്, മറ്റൊരു സൈഡിൽ ഉത്തരാഖണ്ഡാണ്, താഴെ ഡൽഹിയാണ്, മുകളിൽ ലഡാക്കാണ്, ടിബറ്റും ഉണ്ട്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളും രാജ്യങ്ങളുമാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ബോർഡർ സ്റ്റേറ്റാണ്. എനിക്ക് അവിടെ 5 വർഷം വർക്ക് ചെയ്യാനുള്ള CCRIS ഈ ഒരു കൗൺസിലിൽ തന്നെ 5 വർഷം വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുണ്ട്. പക്ഷേ എന്തായാലും ചുരുക്കി പറയാം, ഹിമാചൽ കണ്ടിരിക്കേണ്ടിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ തണുപ്പുള്ള പ്രദേശങ്ങൾ അന്വേഷിച്ച് പോകുമ്പം മാക്സിമം നമ്മൾ എവിടെയാണ് പോകുന്നത്? ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ. അങ്ങോട്ട് പോകാൻ കൂടുതൽ കണച്ചലുകൾ ഉള്ളതുകൊണ്ട് നമ്മളത് ഒഴിവാക്കണം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. പേര് പോലെ തന്നെ ഹിമം കൊണ്ട് മൂടപ്പെട്ട അചലങ്ങൾ അല്ലെങ്കിൽ പർവ്വതങ്ങളാണ്. 6 മാസം അവിടെ തണുപ്പാണ്. 6 മാസം നമ്മൾ കമ്പിളി വസ്ത്രങ്ങളും പൊതിഞ്ഞ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ. ആ ഒരു കാലാവസ്ഥയോടെ അവിടുത്തെ ഭക്ഷണ രീതിയും ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഭക്ഷണ രീതിയും കൾച്ചറും എല്ലാം വ്യത്യസ്തമായിരുന്നു. അതുപോലെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകളെ മാറ്റി നമ്മൾ സൗഹൃദത്തോടു കൂടി മുന്നോട്ട് ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഒരു വികസിത രാജ്യമായി തീരുവാൻ അവിടെയുള്ള ശാന്തി അല്ലെങ്കിൽ ഒരുമ എപ്പോഴും ഉണ്ടാകേണ്ടിയിരിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളുടെ മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മളുടെ ഭാരത സർക്കാർ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. മഹാന്മാരുണ്ടാക്കിയെടുത്ത ഈ ഒരു രാജ്യത്തെ അഖണ്ഡത കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം. ഒരു വർഷം നീണ്ടു നിൽക്കും. ഇനിയും കുറേ പ്രോഗ്രാംസ് വരാനുണ്ട്. ഇത്രയും കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും നന്ദി. അങ്ങനെ അത് നല്ലൊരു ക്ലാസ്സായിരുന്നു. അതൊക്കെ കേട്ടിരുന്ന് അങ്ങനെ സമയം പോയി. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നിട്ട് അതാ ബ്ലഡ് എടുത്തു. അപ്പോൾ അതാ കാല് കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ചികിത്സയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഷൊർണൂർ സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇനി അമ്മ നേരെ വില്ലേജിൻ്റെ അവിടെ ഇറങ്ങും. ഞങ്ങൾ നേരെ പട്ടാമ്പി പോയി പിന്നെ കുറുക്കപ്പറമ്പിലേക്ക് പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കേട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.